എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ കൊടൈക്കനാലിലേക്കാണ്. ഒരു 2 മണിക്കൂർ മുന്നേ വരെ ഞാൻ മധുരയിലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. മധുര മീനാക്ഷിയോട് യാത്ര പറഞ്ഞ് കൊടൈക്കനാലിലേക്ക് 2 മണിക്ക് തുടങ്ങിയ എൻ്റെ യാത്ര വത്തലകുണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 50 കിലോമീറ്റർ ദൂരം. പക്ഷേ ആ 50 കിലോമീറ്റർ വെറും യാത്രയല്ല, കാഴ്ചകളുടെ ഒരു ഉത്സവമാണ്. ഇതാണ് സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ്. കൊടൈക്കനാലിലേക്കുള്ള കവാടം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇതിന്റെ തണുപ്പും ആ ശബ്ദവും കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ യാത്രയുടെ പകുതി ക്ഷീണം മാറും. സിറ്റിയിലെ തിരക്കുകളിൽ നിന്ന് മാറി നായിഡുപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു റൂം ബുക്ക് ചെയ്തിരുന്നു. 2 ദിവസത്തേക്ക് 1200. പക്ഷേ ഇവിടുത്തെ ടാക്സി കുറച്ച് കത്തിയാണ്. ഈ 4 കിലോമീറ്ററിന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 300 രൂപ. വന്നതിൻ്റെ യാത്രാക്ഷീണവും നാളെ രാവിലെ 9 മണിക്ക് ഞാൻ ബുക്ക് ചെയ്ത ടൂർ പാക്കേജ് വരുമെന്നുള്ളത് കൊണ്ടും പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ തന്നെ എന്നെ വെൽക്കം ചെയ്തത് ഈ കോടയാണ്. ഇത് നായിഡുപുരം. സിറ്റിയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ചെറിയൊരു ഗ്രാമം. രാവിലെ 8:30 ആവുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ തിരക്ക്. ഈ ജീപ്പ് കണ്ടോ? ഇതിലാണ് ഇവിടെയുള്ള ആൾക്കാരുടെ യാത്ര. ഗവൺമെന്റ് ബസ് എപ്പോഴെങ്കിലും വന്നാലായി. ഞാനിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവർ കൂടുതൽ ആശ്രയിക്കുന്നതും ഈ ജീപ്പുകളെ ആയിരിക്കുമെന്നാണ്. കൊടൈക്കനാൽ വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. പണ്ട് കാലത്ത് പളിയൻ പുലയൻ ഗോത്രവർഗക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഈ മലനിരകൾ. എന്നാൽ 1845 അമേരിക്കൻ മിഷണറിമാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുമാണ് ഈ തണുപ്പിൽ തങ്ങളുടെ താവളം കണ്ടെത്തിയത്. മധുരയിലെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഇവിടെ വീടുകൾ നിർമ്മിച്ചു. അവർ നട്ടുപിടിപ്പിച്ച പിയർ മരങ്ങളും നിർമ്മിച്ച പള്ളികളും ഇന്നും കൊടൈക്കനാലിന് ഒരു യൂറോപ്യൻ ഗ്രാമത്തിന്റെ ഭംഗി നൽകുന്നു. രാവിലെ 9 മണിക്ക് കൃത്യമായിട്ട് ടൂർ പാക്കേജിന്റെ വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വാനിന്റെ മുൻ സീറ്റ് തന്നെ, അതും സൈഡ്. എന്നെ പോലെ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുന്നവരെ പിക്ക് ചെയ്യാനായിട്ട് വാൻ കുതിച്ചു പായുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പില്ലേഴ്സ് റോക്സ്. ഇവിടെയാണ് പ്രകൃതി അതിന്റെ ഗൗരവം കാണിക്കുന്നത്. 3 കൂറ്റൻ പാറകൾ, തൂണുകൾ പോലെ നിൽക്കുന്ന പില്ലേഴ്സ് റോക്സ്. എല്ലാവരും പില്ലേഴ്സ് റോക്കിന് മുന്നിൽ നിന്ന് ഫോട്ടോകൾ എടുക്കാനായിട്ടുള്ള തിരക്കിലാണ്. ഈ കാണുന്ന സ്കൂൾ കുട്ടികളടക്കം ഈ ഫാമിലീസും എല്ലാവരും മലയാളികളാണ്. എവിടെ പോയാലും മലയാളികളുണ്ട് എന്ന് പറയുന്നതിന് അടിത്തറ പാവുകയാണ് ഈ ഒരു ദൃശ്യം. അടുത്തതായിട്ട് ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ച ഗുണ കേവ്സ്. പണ്ട് ഡെവിൾസ് കിച്ചൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ ഗുഹകൾ ഗുണ എന്ന് പറയുന്ന തമിഴ് സിനിമയിലൂടെയാണ് പ്രശസ്തമായത്. എല്ലാവരും ഈ മരത്തിന്റെ വേരുകളിൽ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇതാണ് ഗുണ കേവ്സ്, ദ ഡെവിൾസ് കിച്ചൺ.
സുരക്ഷിതമായി ഇതെല്ലാം വേലി കെട്ടി മറച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അടുത്തത് നമ്മുടെ സുഭാഷ് വിടുന്ന മഞ്ഞുമ്മൽ കേവ്സ്. അതിന് കുറച്ചും കൂടെ മുകളിലായിട്ട് നോക്കുമ്പോൾ ആൾക്കാരുടെ കൂട്ടം. എന്താണെന്ന് പോയി നോക്കിയപ്പോൾ അടുത്തൊരു വ്യൂ പോയിന്റ്. എന്ത് മനോഹരമാണല്ലേ ഇവിടെ. அந்த 6 பேருக்கு சீட்டு காசு வாங்கி முதல் கைடு காசு வாங்க அவங்கள்ட்ட. அந்த 6 பேர்த்துல கைடு காசு வாங்க போதே வண்டியில ஃப்ரீ டிராவல் பண்றதுக்காக இருந்திருக்காது ரெஸ்கல்ஸ். അടുത്തത് പൈൻ ഫോറസ്റ്റ്. നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോളിവുഡ് സിനിമയിലെ മാന്ത്രിക ലോകത്തെത്തിയതുപോലെ തോന്നും. കേവലം മരത്തടികൾക്ക് വേണ്ടിയാണ് ഇത് നട്ടുപിടിപ്പിച്ചതെങ്കിലും ഇന്നിത് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെയും സിനിമാ പ്രേമികളെയും ആകർഷിക്കുന്ന വിസ്മയമായി മാറിയിരിക്കുന്നു. മലയാളികൾക്ക് പൈൻ ഫോറസ്റ്റ് കൂടുതൽ പ്രിയപ്പെട്ടതാകുന്നത് സിനിമകളിലൂടെയാണ്. മോഹൻലാലിന്റെ പവിത്രം മുതൽ മഞ്ഞുമൽ ബോയ്സ് വരെ എത്രയെത്ര സിനിമകളാണ് ഈ മരക്കൂട്ടങ്ങൾ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമാ കാടെന്നും സഞ്ചാരികൾ ഇതിനെ വിളിക്കാറുണ്ട്. ఇప్పుడు నేమ్ గ్రీన్ వ్యాలీ బట్ కొడైకెనాల్ నంబర్ 1 హైయెస్ట్ పాయింట్. ఇప్పుడు అలౌడ్ లేదు బట్ ఆన్ ది వే ఉందని పడి మీరు ఇక్కడ అలౌడ్ లేదు సార్. ఎక్స్క్యూజ్ మీ సార్, இந்த ஸ்பாட்ல இறக்கி உள்ள போட்டு போய். അടുത്തത് മോയർ പോയിന്റ്, താഴ്വരയുടെ കവാടം. കൊടൈക്കനാലിലെ വിനോദസഞ്ചാരികളുടെ ഒരു കവാടമായി ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇവിടുന്ന് തുടങ്ങുന്ന റോഡാണ് ഗുണ കേവ്സിലേക്കും പില്ലേഴ്സ് റോക്കിലേക്കും നമ്മെ എത്തിക്കുന്നത്. 1854 തോമസ് മോയർ എന്ന ഉദ്യോഗസ്ഥനാണ് ഈ വഴി ആദ്യമായി വെട്ടിത്തെളിച്ചത്. കൊടൈക്കനാലിലെ വനമേഖലകളിലേക്കും താഴ്വരയിലേക്കും വഴി തുറന്ന അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി ഇവിടെ ഒരു സ്മാരക സ്തൂപം ഇന്നും നിലകൊള്ളുന്നു. ഇവിടെ നിമിഷ നേരം കൊണ്ട് മഞ്ഞു പുതയ്ക്കും. തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളെപ്പോലും കാണാൻ കഴിയാത്ത വിധം മഞ്ഞ് നമ്മെ പൊതിയുമ്പോൾ നമ്മൾ മേഘങ്ങൾക്ക് മുകളിലാണെന്ന് തോന്നിപ്പോകും. എനിക്കെതിരെ കാണുന്ന ഈ റോഡ് ഇതുവഴി വളരെ കുറച്ചു ദൂരം പോയാൽ മൂന്നാർ എത്തുമെന്നാണ് നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ് പറഞ്ഞത്. കൊടൈക്കനാൽ ലേക്ക് അഥവാ സ്റ്റാർ ലേക്ക് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പച്ചപ്പെട്ട് വിരിച്ച മലനിരകൾക്ക് നടുവിൽ ഒരു നീലാകാശം പതിച്ചു വെച്ചതുപോലെ കൊടൈക്കനാൽ തടാകം തെളിഞ്ഞു വരും. ഇവിടത്തെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഈ സ്റ്റാർ ലേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. മഞ്ഞുകളാൽ മൂടപ്പെട്ടിരുന്നു. ഒരു 15 നിമിഷത്തിന് ശേഷം അത് ഇപ്പോൾ നമുക്ക് വ്യക്തമാണ്. കൊടൈക്കനാൽ തടാകത്തിന് തൊട്ടടുത്തായി മലഞ്ചെരുവിനോട് ചേർന്ന് കിടക്കുന്ന 1 കിലോമീറ്റർ നീളമുള്ള സുന്ദരമായ പാത, അതാണ് കോക്കേഴ്സ് വാക്ക്. പ്രകൃതിയെ ഇത്ര അറിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയുന്ന മറ്റൊരു പാത കൊടൈക്കനാലിൽ ഉണ്ടാകില്ല. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം താഴേക്ക് വന്നാൽ ബ്രയാന്റ് പാർക്ക്, കൊടൈക്കനാലിന്റെ പൂന്തോട്ടം. കൊടൈക്കനാൽ തടാകത്തിന്റെ കിഴക്കേ അറ്റത്ത് പ്രകൃതി ഒരുക്കിയ ഒരു വർണ്ണ കൂടാരമുണ്ട്. അതാണ് ഈ ബ്രയാന്റ് പാർക്ക്. 1908 മധുരയിലെ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന എച്ച്.ഡി. ബ്രയാന്റ് രൂപകൽപ്പന ചെയ്ത ഈ ഉദ്യാനം ഇന്ന് കൊടൈക്കനാലിലെത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്രമ കേന്ദ്രമാണ്. ഏകദേശം 20 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഈ പാർക്കിൽ 100 കണക്കിന് വൈവിധ്യമാർന്ന സസ്യങ്ങളും പൂക്കളുമാണ് ഉള്ളത്. ഇവിടെയുള്ള റോസ് ഗാർഡൻ മാത്രം മതി നിങ്ങളുടെ മനസ്സ് നിറയ്ക്കാൻ. 100-ലധികം ഇനത്തിൽപ്പെട്ട റോസാപ്പൂക്കൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നു. ഓരോ വർഷവും മെയ് മാസത്തിൽ നടക്കാറുള്ള ഫ്ലവർ ഷോ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. The
കൊടൈക്കനാൽ തടാകത്തിന്റെ കരയിലെത്തുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്നത് നിരനിരയായി കിടക്കുന്ന വർണ്ണാഭമായ ബോട്ടുകളിലേക്കാണ്. കൊടൈക്കനാൽ ബോട്ട് ഹൗസ്. ഇവിടെ നിന്നാണ് ഈ നഗരത്തിന്റെ യഥാർത്ഥ സ്പന്ദനം നമ്മൾ അനുഭവിക്കുന്നത്. പലതരത്തിലുള്ള ബോട്ടുകൾ ഇവിടെ സജ്ജമാണ്. നിങ്ങൾ സ്വയം തുഴയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെഡൽ ബോട്ടുകൾ തിരഞ്ഞെടുക്കാം. അരമണിക്കൂറിന് 150 രൂപ. വൈകുന്നേരങ്ങളിൽ ബോട്ട് ഹൗസിന് ചുറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. തടാകത്തിന്റെ നടുവിൽ നിന്ന് അസ്തമയ സൂര്യനെ നോക്കി നിൽക്കുന്നത് ഏതൊരു സഞ്ചാരിയും മോഹിപ്പിക്കുന്ന കാഴ്ചയാണ്. കൊടൈക്കനാലിലെ പച്ചപ്പും തണുപ്പും ആസ്വദിച്ച ശേഷം തടാകത്തിലെ നീലജലത്തിലൂടെയുള്ള ഈ യാത്ര മനസ്സിനെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കും. യാത്ര അവസാനിക്കുമ്പോൾ കയ്യിൽ കരുതാൻ കൊടൈക്കനാൽ നമുക്ക് നൽകുന്നത് ഒരു പിടി നല്ല ഓർമ്മകളാണ്. അവിടുത്തെ ഹോം മെയ്ഡ് ചോക്ലേറ്റുകളുടെ മധുരം, ചിപ്സിന്റെ രുചി, പിന്നെ നായിഡുപുരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ. സിറ്റിയിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒന്ന് ശാന്തമായി ശ്വാസം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടൈക്കനാൽ ഒരു മരുന്നാണ്.